ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റിലേക്ക് പോയാൽ ഓപ്പറേഷൻ തൂഫാനിൽ എറണാകുളം ജില്ലയിൽ 11 ദിവസത്തിനിടെ പിടിയിലായത് എത്ര പേരാണെന്നറിയാവോ? 210 പേരാണ്. ഇതിൽ 50 ലക്ഷത്തിലധികം വിലയുള്ള വിവിധ ലഹരി വസ്തുക്കൾ പിടികൂടിയിട്ടുണ്ട്. കൊച്ചി സിറ്റി പോലീസ് രജിസ്റ്റർ ചെയ്ത 142 കേസുകളിൽ 160 പേരാണ് പിടിയിലായത്. സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേരുന്നു. സഹിൻ, ഈ ഓപ്പറേഷൻ തൂഫാനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സമൂഹത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വളരെ സ്വാഗതാർഹമായ നിലപാടാണ് ആളുകളൊക്കെയും സ്വീകരിക്കുന്നത്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കണമെന്ന അഭിപ്രായങ്ങൾ ഉയരുന്നു. അപ്പൊ കാര്യക്ഷമമായി പരിപാടി നടക്കുന്നു. അല്ലെങ്കിൽ ഈ ലഹരി എന്ന വലിയൊരു ശൃംഖല അല്ലെങ്കിൽ മയക്കുമരുന്ന് ശൃംഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉള്ളവരെയൊക്കെയും കറക്റ്റ് കണ്ണുകളിലേക്ക് എത്താൻ ഈ സംഘത്തിന് കഴിയുന്നുണ്ടെന്നുള്ളതാണ് അല്ലേ? തീർച്ചയായിട്ടും ഓപ്പറേഷൻ തൂഫാൻ ലഹരി മാഫിയക്കെതിരെയുള്ള പോരാട്ടത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം എറണാകുളം ജില്ലയിൽ ഓപ്പറേഷൻ തൂഫാനിൽ പോലീസ് ഉദ്യോഗസ്ഥർ ശക്തമായി തന്നെ നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 11 ദിവസത്തിനിടെ 210 പേരാണ് എറണാകുളം ജില്ലയിൽ ആകമാനം പിടിയിലായിട്ടുള്ളത്. ജില്ലയിൽ 2 പോലീസ് ജില്ലകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലയെ ഒന്ന് എറണാകുളം കൊച്ചി സിറ്റി ആണെങ്കിൽ മറ്റൊന്ന് എറണാകുളം റൂറലാണ്. ഇതിൽ തന്നെ കൊച്ചി സിറ്റിയിൽ കഴിഞ്ഞ 11 ദിവസത്തിനിടെ 142 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതിൽ 160 പേർ പിടിയിലായിട്ടുണ്ട്. കൂടാതെ റൂറലിലും ഇത്തരത്തിൽ തന്നെയാണ് കാര്യമായ ക്യാച്ചിങ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 440 ഗ്രാം MDMA-യും 8 കിലോ കഞ്ചാവും കൊച്ചി സിറ്റിയിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. റൂറലിലായിക്കുള്ളവരെ അത് 53 കിലോ കഞ്ചാവാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. കൊച്ചി സിറ്റി പോലീസ് രജിസ്റ്റർ ചെയ്ത 142 കേസുകളിൽ 160 പേരാണ് പിടിയിലായത്. പെരുമ്പാവൂരിലടക്കം 650-ലേറെ റെയ്ഡുകൾ റൂറൽ പരിധിയിൽ പോലീസ് നടത്തിയിരുന്നു എന്നുള്ളതാണ്. പെരുമ്പാവൂരിൽ നമ്മൾക്കറിയാം, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നും വരുന്ന ആളുകൾ ഏറെയുള്ള ഒരു സ്ഥലം കൂടിയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്കിടയിലുള്ള ലഹരി വ്യാപനം കാര്യമായിട്ടുണ്ടായിരുന്നു, വിൽപ്പന കാര്യമായിട്ടുണ്ടായിരുന്നു. പക്ഷേ പെരുമ്പാവൂരും തൂഫാനായി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അവിടുത്തെ ഇതര സംസ്ഥാനക്കാർക്കിടയിലുള്ള ലഹരി കച്ചവടം പൂർണ്ണമായും തകർക്കാൻ ഏറെക്കുറെ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ശക്തമായ പരിശോധനകൾ ഇപ്പോഴും പെരുമ്പാവൂരിലടക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജില്ലയിൽ തൂഫാൻ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിന്റെ തെളിവാണ് സേതു.